വയനാട് മാനന്തവാടി തലപ്പുഴയിൽ കടുവാ സാന്നിധ്യം തുടർച്ചയായതോടെ കടുവയെ കൂട് വെച്ച് പിടിക്കാനുള്ള നീക്കവുമായി വനംവകുപ്പ്. ഇതിനായി പ്രദേശത്തെ കൂടെത്തിച്ചു. കൂട് ഇന്നലെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉരുവിന് വെക്കുക, അത് പിടിക്കേണ്ട ഒരു ആ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടില്ല. അതിനവർക്ക് CCFൻ്റെ ഉത്തരവ് വേണ്ടതുകൊണ്ടാണ് അവരതിലേക്ക് പോകാത്ത. വനം വകുപ്പ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വളരെ സജീവമായി ഉണ്ടെങ്കിൽ പോലും അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അതിനെ പരിമിതിയിലേക്ക് പുറകോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു കൂട് കൊണ്ട് കാര്യമില്ല. കാരണം ഈ കടുവ പല മേഖലകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ കൂടുകളും അതുപോലെ തന്നെ അതോടൊപ്പം ഒന്നിൽ കൂടുതലായിട്ട് ക്യാമറകൾ ഈ കടുവയുടെ സാന്നിധ്യം കണ്ട പ്രദേശങ്ങളൊക്കെ, കാരണം പല ദിവസം മാറി മാറി കാണുന്ന സാഹചര്യത്തിൽ അവിടങ്ങളിലൊക്കെ നമുക്ക് ക്യാമറ വെക്കേണ്ടതുണ്ട്. സുർജിത്ത്, ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഉടൻ തന്നെ പൂർത്തീകരിക്കും. നാട്ടുകാരുടെ കടുവാ ഭീതി അകറ്റുമെന്ന് പ്രതീക്ഷിക്കാമോ സുർജിത്ത്? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്. അല്പസമയം മുമ്പാണ് സർവകക്ഷി യോഗം തവിഞ്ഞാൽ പഞ്ചായത്തിൽ സമാപിച്ചത്. ആ യോഗത്തിന് ശേഷം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രതിപക്ഷ കക്ഷികൾ, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാവരും കൂടി DFOയെ കാണാൻ വേണ്ടി മാനന്തവാടി DFO ഓഫീസിലേക്ക് പോവുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാട്ടേരിക്കുന്ന്, അതോടൊപ്പം തന്നെ ഗോദാവരി കോളനിക്ക് സമീപം, എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം, സൊസൈറ്റിക്ക് സമീപം വെച്ച CCTVയിൽ ക്യാമറ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പ്രധാനപ്പെട്ട പാതയിലാണ് ഇത് സംഭവം. അതായത് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത, ആ പാതയിലാണ് കടുവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ തോട്ടം മേഖലയാണ്. പല സ്ഥലത്തും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഈ രാധയെ കൊലപ്പെടുത്തിയ ആ പ്രദേശത്തിന്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഈ മേഖല, തലപ്പുഴ മേഖല എന്ന് പറയുന്ന ഈ പ്രദേശവും. വലിയ ദൂരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു കടുവയല്ല, ഒന്നിലേറെ കടുവകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതും ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട് വെച്ചതുകൊണ്ട് കാര്യമില്ല, കൂടുതൽ കൂടുകൾ ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. 20 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. പക്ഷേ ആ ക്യാമറ ട്രാപ്പുകളിലൊന്നും ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള ചിത്രം ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ അതേസമയം CCTVയിലും ദൃശ്യങ്ങളിലും ഇത് കുടുങ്ങുന്നുണ്ട്. നമ്മൾ DFOയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ യോഗം ചേർന്നു. ആ യോഗവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക്, നടപടികളിലേക്ക്, കൂട് വെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് DFOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. CCFന്റെ അനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ കൂട് സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകും. അതിനകത്ത് കൂട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ഉരുവിനെ വെച്ചിട്ടില്ല. അതായത് ഈ കടുവയെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഉരുവിനെ വെക്കാത്ത വിധത്തിലാണ്. അത്തരത്തിൽ കൂടിൻ്റെ ആ ഒരു ക്രമീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു ഇടത്ത് മാത്രമല്ല, പലയിടത്തും കൂടുകൾ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ ഉരു എന്ന് പറഞ്ഞാൽ ഇര, ആട്ടുകുട്ടിയൊക്കെ ആവണം. അപ്പോൾ അതിനെയൊക്കെ വെച്ച് കൂട് വെക്കുന്ന നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.